ഇവിടെ ഈ പൊന്തക്കാട്ടിൽ ഞാൻ മാത്രം ബാക്കിയായി. എൻ്റെ വലതുവശത്തു നിന്നുള്ള റേഷൻ കട ഇവിടെ നിന്നും മാറിപ്പോയി. എൻ്റെ ഇടതുവശത്തുള്ള സൊസൈറ്റിയും പോയി. ഈ കെട്ടിടം പ്രായാധിക്യം കൊണ്ട് പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്നത് കൊണ്ടാണ് ഈ സ്ഥാപനങ്ങളെല്ലാം പോയത്. പക്ഷേ ആർക്കും വേണ്ടാതെ ഇഴജന്തുക്കളുടെ പേടിയോടുകൂടി ഞാൻ ഇവിടെ ഇപ്പോഴും നിൽക്കുകയാണ്. പുതിയ കാലഘട്ടം വന്നതോടു കൂടിയിട്ട് എന്നെ ആർക്കും ആവശ്യമില്ലാതെയായി. ഒരു കാലത്ത് ഒത്തിരി ജോലിയുടെയും സുഹൃത്ത് ബന്ധങ്ങളുടെയും ഭാര്യ ഭർത്തൃബന്ധങ്ങളുടെയും കാമുകന്മാരുടെ പ്രണയ കത്തുകളും സ്വീകരിച്ചിരുന്ന പെട്ടിയായിരുന്നു എന്നെപ്പോലെയുള്ള പെട്ടികൾ. ഇന്ന് ഇതെല്ലാം ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിയതോടെ ഞങ്ങളെപ്പോലെയുള്ളവരെ ആർക്കും വേണ്ടാതെയായി. പല സ്ഥലങ്ങളിലും എന്നെപ്പോലെയുള്ള പെട്ടികൾ നോക്കുകുത്തിയായി ഇത്തരം പൊന്തക്കാടുകളിൽ നിൽക്കുന്നുണ്ട്. എത്ര പെട്ടികൾ ഇതേമാതിരി അനാഥമായി കിടക്കുന്നുണ്ട് എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റിന് പോലും അറിയില്ല. ആരും അന്വേഷിക്കുന്നുമില്ല. പ്രിയ സുഹൃത്തെ, സുഖം തന്നെയല്ലേ, എങ്ങനെ പോകുന്നു വിശേഷങ്ങൾ എന്നു തുടങ്ങുന്ന കത്തുകൾ ഒത്തിരി ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ളവരെ. അതുപോലെ തന്നെ കാമുകൻ കാമുകിക്കും കാമുകി കാമുകനും എഴുതിയിരുന്ന ഊഷ്മളമായ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ വാക്കുകളടങ്ങിയ കത്തുകളും ഞങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അന്യനാട്ടിൽ ജോലി ചെയ്യുന്ന മക്കൾക്ക് രക്ഷിതാക്കൾ എഴുതുന്ന കത്തുകൾ: മകനെ, സുഖം തന്നെയല്ലേ, എൻ്റെ പ്രഷറിൻ്റെ മരുന്ന് കഴിഞ്ഞു, ശമ്പളം കിട്ടിയാൽ മണി ഓർഡർ അയക്കണം, ഇവിടെ സുഖം തന്നെ, വേറെ വിശേഷങ്ങളൊന്നും തന്നെയില്ല എന്ന മാതാപിതാക്കളുടെ കത്തും, അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും സുഖമാണോ, എന്തൊക്കെയാണ് വിശേഷം, മരുന്ന് കഴിച്ചോ, പെങ്ങൾ വരാറുണ്ടോ, പെങ്ങളുടെ കുട്ടികൾ എന്തു പറയുന്നു, അങ്ങനെ തുടങ്ങിയുള്ള മക്കളുടെ കത്തുകൾ രക്ഷിതാക്കൾക്ക് അയക്കുന്നതും, അങ്ങനെ അനവധി കത്തുകൾ, ജോലിക്കുള്ള അപേക്ഷകൾ അയക്കുന്നതും ഒത്തിരി ഇരുന്ന ഞങ്ങളെ ഇപ്പോൾ അനാഥമായി ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് മലമ്പുഴയിലാണ്. മലമ്പുഴ ITIയുടെ മുന്നിലൂടെ ആശുപത്രി, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന പ്രധാന വഴിയിലാണ് എൻ്റെ ഈ നിൽപ്പ്. എൻ്റെ അധികൃതർ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അധികൃതർ, എന്നെ ഇവിടെ നിർത്താൻ ആവശ്യമില്ലെങ്കിൽ ഓഫീസിലെങ്കിലും കൊണ്ടുപോയി ഒതുങ്ങി വെക്കണമെന്നാണ് എഴുത്തുപെട്ടിയായ എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങൾ നാട്ടുകാരെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനോട് പറയൂ, ഇങ്ങനെ അനാഥമായി ഞാൻ ഇരിക്കുന്നുണ്ട്, ക്ലിയറൻസിനൊന്നും ആളില്ല, എന്നെ എടുത്തുകൊണ്ട് പോകൂ, ഈ പൊന്തക്കാട്ടിൽ നിന്നും എന്നെ രക്ഷിക്കൂ എന്നാണ് അവർ പറയേണ്ടത്. ഒന്ന് ചെയ്തു തരില്ലേ?